നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് UK സോമർസെറ്റ് പ്രദേശത്തെ ഗ്ലാസ്റ്റംബറി എന്ന ടൗണിനോട് ചേർന്നുള്ള ഒരു കുന്നിൻ ചെരുവിലാണ്. എനിക്ക് പിറകിലായി കാണുന്ന ആ കുന്ന്, അതിന് മുകളിലുള്ള ഒരു ടവറും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് കയറുക എന്ന ലക്ഷ്യത്തോടെയാണ് വന്നിരിക്കുന്നത്. കാരണം അതിന് മുകളിൽ കയറി ഗ്ലാസ്റ്റംബറി ടൗൺ ഒന്ന് കാണുക എന്ന് പറയുന്ന ഒരു അപൂർവ കാഴ്ചയാണ്. 1/2 കിലോമീറ്ററോളം ദൂരമുള്ള ആ കുത്തനെ കയറണം. 1300 ഇവിടെ ഒരു ക്രൈസ്തവ ആശ്രമം ഉണ്ടായിരുന്നു. ആ ആശ്രമത്തിൻ്റെ ഒരു ടവറാണ് കാണുന്നത്. 1350 ഈ പ്രദേശത്തുണ്ടായ വലിയൊരു ഭൂമി കുലുക്കത്തിൽ ആ ആശ്രമവും നശിച്ചു, ആ കുന്നിൻ്റെ പല ഭാഗങ്ങളും തകർന്നു പോയി. പക്ഷേ എങ്കിലും 1400 ഈ നാട്ടുകാർ അത് പുതുക്കി പണിത് ഇപ്പോൾ ആ കാണുന്ന സെൻറ്റ് മൈക്കിൾ ടവർ അവിടെ വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നു. അത് കാണുകയും അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ കാണുകയുമാണ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെ ലക്ഷ്യം. ഈ UK ഒരുപിടി ഹിപ്പികൾ വന്ന് സ്തംഭിച്ചിട്ടുണ്ട്. പല അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ കൊണ്ടെടുക്കുന്നവർ പലവിധ പരിപാടികളും ഈ കുന്നിൻ ചെരുവിൽ നടത്താറുണ്ട്. അതിനേക്കാൾ പ്രശസ്തമായ ഒരു കാര്യം ഇവിടെ നടക്കുന്ന ഒരു വലിയ മ്യൂസിക് ഫെസ്റ്റിവലാണ്. ആ മ്യൂസിക് ഫെസ്റ്റിവലിനെ കുറിച്ച് ഞാൻ വിശദമായി കുന്നിൻ്റെ മുകളിൽ ചെന്നിട്ട് പറഞ്ഞു തരാം. നമുക്കെല്ലാവർക്കും കൂടി ആ കുന്നൊന്ന് കാണാൻ കയറാം. കുത്തനെയാണ് കേട്ടോ. എൻ്റെ പ്രായവും ബുദ്ധിമുട്ടൊക്കെ എനിക്കുണ്ട്. എങ്കിലും ഞാൻ മുന്നോട്ട് പോവുകയാണ്. വരൂ, നമുക്ക് കാണാം. താഴ്വരയിലൂടെ കുറച്ച് ദൂരം നടക്കണം. എന്നിട്ട് നമ്മൾ ആ താഴ്വാരത്തിൻ്റെ കറക്റ്റ് സ്ഥലത്തെത്തും. അത് കഴിഞ്ഞിട്ട് മേലോട്ട് കുത്തനെ കയറണം. അതാണ് ഇതിലുള്ള ഒരു പ്രത്യേകത. താഴ്വാരത്തുനിന്ന് ഇത്രയും കയറി വന്നപ്പോഴേക്കും നല്ല കിതപ്പുണ്ട് കേട്ടോ. എങ്കിലും ഞാനിത് മുഴുവൻ കയറും. കാരണം ഈ കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ്. ഇത്രയും വന്നപ്പോഴേക്കും തന്നെ എനിക്ക് അങ്ങ് ദൂരെ വരെ കാണാൻ പറ്റുന്നു. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആടുകളെയൊക്കെ കാണാം. ഈ കാട്ടാടുകൾ പോലെയുള്ള ആടുകൾ നടന്നു കയറാം. ഇങ്ങനെ കുത്തനെ കയറിയാൽ അത് എനിക്ക് പറ്റില്ല. എൻ്റെ പ്രായവും എൻ്റെ ശരീരപ്രകൃതവും നോക്കട്ടെ. ഞാൻ ഈ കോൺക്രീറ്റ് പാത വഴിക്ക് തന്നെ കയറാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് നടക്കാം. ഗ്ലാസ്റ്റംബറിയിലെ ടോർ എന്ന് പറയുന്ന കുന്നിൻ്റെ മുകളിലാണ് ഇപ്പം നിൽക്കുന്നത്. ഈ കുന്നിനുള്ള പ്രത്യേകത, ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ്റ്റംബറി എന്ന് പറയുന്ന നഗരം മുഴുവൻ കാണാൻ കഴിയും. 4 ചുറ്റും ഒന്ന് റൗണ്ട് ചെയ്ത് വരികയാണെങ്കിൽ വളരെ മനോഹരമായ ഒരു ടൗൺ നമുക്ക് കാണാൻ കഴിയും. പുൽമേടുകളും വയലേലകളും ഒക്കെ കാണാം. അതുപോലെ തന്നെ ആളുകൾ വസിക്കുന്ന നമ്മുടെ വില്ലേജ് ഏരിയകൾ, ഹൗസിംഗ് കോളനികൾ എല്ലാം വളരെ മനോഹരമായിരിക്കുന്നു. അങ്ങ് ദൂരെ വരെ നമ്മൾ വലിയ ആഴപ്പരപ്പ് കടൽ കാണുന്ന പോലെ കാണാൻ കഴിയും. ഇതിൻ്റെ താഴ്വരയുടെ അറ്റത്ത് ഒരു വലിയ കുളമുണ്ട്. ഇത് കാണാവുന്ന ആളുകളുടെ വാഹനങ്ങളാണ് അങ്ങ് താഴെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ 4 വശവും ഒന്ന് റൗണ്ട് ചെയ്താൽ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു ഗ്ലാസ്റ്റംബറി നഗരവും അതിന് ചുറ്റിലുമുള്ള പ്രദേശം മുഴുവൻ കാണാൻ കഴിയുന്നു. നമ്മുടെ കണ്ണിൻ്റെ ദൃഷ്ടിഗോചരത്തിന് അപ്പുറം വരെ അങ്ങ് ആകാശനീലിമയിൽ മലനിരകൾ മുട്ടി നിൽക്കുന്ന ഒരു കാഴ്ച അതിമനോഹരമാണ്. ഇവിടെ നിന്ന് കാണുന്നത് ഏറ്റവും മനോഹരമായത് ഈ സൂര്യാസ്തമയമാണ്. വളരെ ഭംഗിയുള്ള സൂര്യാസ്തമയം ഇവിടെ വന്ന് കാണുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പാതിരായിട്ടുണ്ട്. ഇവിടെ പക്ഷേ സൂര്യൻ അസ്തമിക്കാൻ ഇനിയും സമയമുണ്ട്. താഴേക്ക് വരുന്നുള്ളൂ. മുകളിലേക്ക് കയറി വരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അനുഭവം മലയാറ്റൂർ മല കയറിയ ഒരു അനുഭവമാണ്. അതിനേക്കാളും ഗൗരവമുള്ളതാണ്. കുന്നിൻ്റെ മുകളിൽ തലകുത്തി നിന്ന് യോഗ ചെയ്യുന്നവരെ കാണാം, ഫ്ലൂട്ട് വായിക്കുന്ന ആളെ കാണാം, അതുപോലെ തന്നെ മറ്റു ചില ധ്യാനം നടത്തുന്നവരെ കാണാം.
മെഡിറ്റേഷൻ ചെയ്യുന്നവരെ കാണാം. അങ്ങ് ദൂരെ വിശാലമായി കിടക്കുന്ന ഗ്ലാസ്റ്റംബറി നഗരത്തിൻ്റെ വയലേലകൾ, കൃഷിയിടങ്ങൾ ഒക്കെ കാണാൻ കഴിയുന്നു. എത്രയോ മനോഹരമാണ്. ഇത് മുഴുവനും ഒന്ന് റൗണ്ടടിച്ച് നിങ്ങളെ കാണിക്കാം. അതുപോലെ തന്നെ ഈ ഗോപുരത്തിൻ്റെ ഉൾവശവും അങ്ങ് അതിൻ്റെ മേലാപ്പ് വരെ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. നമുക്കിതൊന്ന് കാണാം. ഗ്ലാസ്റ്റംബറി നഗരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറയേണ്ടായി ഇംഗ്ലണ്ടിലെ ഏറ്റവും ചെറിയൊരു സിറ്റിയാണെന്ന്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയൊരു മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു നഗരമാണ് ഗ്ലാസ്റ്റംബറി. ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ മ്യൂസിക് വിദഗ്ധർ വന്ന് അവരുടെ ബാൻഡിൻ്റെ ഗാനമേള നടത്തുന്ന വലിയൊരു ഉത്സവം. ഈ വർഷത്തെ അങ്ങനത്തെ ഒരു സംഗീതോത്സവം ഈ അടുത്ത ദിവസങ്ങളിൽ കഴിയുകയുണ്ടായി. ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു ഫാമിലാണ് ആ ഉത്സവം നടക്കുന്നത്. ഏറ്റവും അതിപ്രശസ്തരായിട്ടുള്ള ഗായകർ വന്ന് 2 ലക്ഷത്തിൽ പരം ആളുകൾ പങ്കെടുത്ത് അത് ആസ്വദിക്കാൻ യൂറോപ്പിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നു എന്നുള്ളത് ഒരു ചരിത്ര സംഭവമായി തീർന്നിരിക്കുകയാണ്. ഒരു 2 ലക്ഷം ടിക്കറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു പറഞ്ഞ് നെറ്റ് വഴി ഒരു അറിയിപ്പുണ്ടായാൽ നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒറ്റ ദിവസത്തിനുള്ളിൽ 2 ലക്ഷം ടിക്കറ്റും വിറ്റുപോകുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഈ ഗാനമേള. അതുകൊണ്ട് വളരെ പ്രശസ്തമാണ്. അങ്ങനെയാണ് ഗ്ലാസ്റ്റംബറി ടൗണിന് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ലോകോത്തരമായ പ്രശസ്തി. ആ പ്രശസ്തി നിൽക്കുന്ന ഗ്ലാസ്റ്റംബറി ടൗണിൻ്റെ നെറുകയിലാണ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നു, കംപ്ലീറ്റ് ഈ നഗരത്തെ കാണാൻ കഴിയുന്നു. ഇതിൻ്റെ നല്ല കാലാവസ്ഥയുള്ളപ്പോൾ, മേഘങ്ങളില്ലാത്തപ്പോൾ വന്നാൽ ഇവിടുത്തെ സൺസെറ്റ് അതീവ സുന്ദരമാണ്. നമ്മുടെ കന്യാകുമാരി മുനമ്പിലെ സൺസെറ്റിനേക്കാളൊക്കെ വിശിഷ്ടമായ ഒരു സൺസെറ്റ് നമുക്കിവിടെ ദർശിക്കാൻ കഴിയും. പല വിധത്തിലുള്ള ആളുകൾ വരുന്നു. ആദ്യകാലത്ത് ഇവിടെ ഒരു മൊണാസ്ട്രി ഉണ്ടായിരുന്നു. ആ മൊണാസ്ട്രി കാലാന്തരത്തിൽ നിന്നുപോയി. ഈ ഭൂമിക്ക് പലവിധ പരിണാമങ്ങൾ സംഭവിച്ച് ഈ കുന്നിൻ്റെ ഷേപ്പ് തന്നെ മാറി. അങ്ങനെ ആ മൊണാസ്ട്രിയും പോയി. ഇപ്പം ഇവിടെ വരുന്നവരൊക്കെ അന്ധവിശ്വാസത്തിലും ജഡില വിശ്വാസങ്ങളിലും അധിഷ്ഠിതമായിട്ടുള്ള ആളുകളുടെ ചില ഭജനയും ഇതൊക്കെയാണ് നടക്കുന്നത്. ഇതൊരു ആ മൊണാസ്ട്രിയുടെ ഭാഗമായിട്ടുണ്ടായ ഒരു സ്തൂപമാണ്. നോക്കൂ, ഇവിടുത്തെ സമയം 8:04 ആയിട്ടുള്ളൂ. സൂര്യൻ ഇപ്പോൾ ജസ്റ്റ് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി 8:04 പറയുന്നത്. അപ്പോൾ ഇവിടെ ആരംഭിച്ച് താഴേക്ക് പോകുന്നുള്ളൂ. ഇപ്പോൾ ആ മേഘങ്ങളുടെ ഇടയിൽ സൂര്യൻ മറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇതൊരു വലിയ കാഴ്ചയാണ്. 8:04 ഉള്ളപ്പോൾ ഇവിടെ പകൽ പോലെ വെളിച്ചമാണ്. അതിപ്പോൾ ഈ സമയത്തിൻ്റെ ഈ വേനൽക്കാലത്ത് ഇങ്ങനെയാണ്. വളരെയേറെ സമയം പകലുണ്ട്. ഞാൻ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. മുകളിലേക്ക് കയറിപ്പോയിട്ട് ഇറങ്ങി വരിക എന്ന് പറയുന്നത്. എനിക്ക് സാധിക്കുമെന്ന് കരുതിയില്ല, പക്ഷേ എന്തോ അതിന് സാധിച്ചു. ഇപ്പോഴും സൂര്യൻ അസ്തമിച്ചിട്ടില്ല. സമയം രാത്രി 8:15 കഴിഞ്ഞു. അപ്പോഴും സൂര്യൻ ഇതാ മേഘപ്പാളികൾക്കിടയിൽ നിന്ന് പുറമേക്ക് വന്നിരിക്കുകയാണ്. ഇത് ഇറങ്ങുക കയറുക എന്ന് പറയുന്നത്, കയറിയിട്ട് ഇറങ്ങുക എന്ന് പറയുന്നത്, ദൈവമേ വല്ലാത്തൊരു എക്സ്പീരിയൻസ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു കയറ്റം ഇങ്ങനെ കയറിയതായിട്ട് ഓർമ്മയില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങിയതായിട്ടും. കാലൊക്കെ വിറയ്ക്കുന്നുണ്ട്, കിതയ്ക്കുന്നുണ്ട്. എങ്കിലും ഇതൊരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ കഴിയുന്നത് വലിയൊരു സന്തോഷം. വല്ലാത്തൊരു വല്ലാത്ത എനർജി ഫീൽ ചെയ്യും. നല്ല തണുത്ത കാറ്റ് വരുമ്പോഴേ ആ ക്ഷീണവും കിതപ്പൊക്കെ മാറി വരുന്ന പോലെ. ഞാൻ ഇപ്പോൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, നിങ്ങളും എൻ്റെ കൂടെ ഈ വലിയ കുന്നിറങ്ങിപ്പോരെ. ഗ്ലാസ്റ്റംബറി ടൗൺ മുഴുവൻ നമ്മൾ ചുറ്റി കണ്ടു കഴിഞ്ഞു. വല്ലാത്തൊരു ബ്യൂട്ടിഫുൾ കാഴ്ച, അതിമനോഹരമായ മനോജ്ഞമായ ഒരു കാഴ്ച. മനസ്സിനും കണ്ണിനും ഒക്കെ ഒരു കുളിർമയേകുന്ന ഒരു അന്തരീക്ഷം. സൂര്യാസ്തമയം കണ്ടുകൊണ്ടുള്ള ഈ ഇറക്കം. താങ്ക് യു. അപ്പോൾ ടോം ടോക്സ് തൃശ്ശൂർ എന്ന ചാനലിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇനി പുതിയ വീഡിയോയുമായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിൽ വരാൻ സാധിക്കട്ടെ. ആശംസകൾ.